വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ. അങ്ങനെ നമ്മൾ തമ്മിൽ കണ്ട പോലെ തന്നെ എങ്ങനെ നമുക്ക് ദുബായിൽ സ്കൂൾ ടീച്ചിങ് വേക്കൻസികൾ അറിയാം, എങ്ങനെ ദുബായിലെ സ്കൂൾ ടീച്ചറായി ജോലി കിട്ടാം, അതിനെ പറ്റിയിട്ടുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. എൻ്റെ അടുത്ത് കുറേ ആളുകളായി ചോദിക്കുന്നത്, ഇൻസ്റ്റഗ്രാം ത്രൂ മെസ്സേജസ് ആയിട്ട് കുറേ ആളുകളായി ചോദിക്കുന്നത് എന്താ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇവിടെ ജോലി കിട്ടുക, എന്താണ് ക്വാളിഫിക്കേഷൻസ് വേണ്ടത്. അപ്പം ഞാൻ എന്തായാലും എനിക്ക് അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് മനസ്സിലാവുന്നത് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരാളായിരുന്നു ഞാനും. അതായത് എനിക്കും ജോലി എന്തൊക്കെ ചെയ്യാം, നമുക്ക് എങ്ങനെയൊക്കെ ജോലി വേക്കൻസികൾ അറിയാം, അതിനെ പറ്റിയിട്ടൊക്കെ ഞാൻ ഇങ്ങനെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന കാലം ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരുടെ ഭാഗത്തു നിന്ന് എനിക്ക് മനസ്സിലായി. അപ്പോഴാണ് ഞാൻ എൻ്റെ ഒരു ടിപ്സ് ആൻഡ് ട്രിക്സ് ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. വളച്ചു നീട്ടുന്നില്ല, ലെറ്റ്സ് ഗോ. ആദ്യം ഞാൻ എന്നെ പറ്റി പറയാം. എൻ്റെ പേര് അർച്ചന, എൻ്റെ വീട് തൃശ്ശൂരാണ്. ഞാനൊരു 8 വർഷത്തോളം കേരള കലാമണ്ഡലത്തിൽ മോഹിനിയാട്ടം വിദ്യാർത്ഥിനിയായിരുന്നു. ഞാൻ BA മോഹിനിയാട്ടം കംപ്ലീറ്റ് ചെയ്ത്, അതായത് ഡിഗ്രി മോഹിനിയാട്ടത്തിൽ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് അതിനുശേഷം ഞാൻ പി ജി മോഹിനിയാട്ടത്തിൽ ഞാൻ തൃപ്പൂണിത്തുറ RLV കോളേജിൽ നിന്നും എൻ്റെ PG ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷമാണ് ഞാൻ ദുബായിലേക്ക് ട്രൈ ചെയ്ത് തുടങ്ങിയത്. ഞാൻ ദുബായിൽ വന്നിരുന്നു, പക്ഷേ അന്ന് എനിക്ക് എക്സ്പീരിയൻസ് ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ജോലി കിട്ടിയില്ല. അപ്പോൾ ഞാൻ അടുത്തൊരു എൻ്റെ അക്കാഡമിക് ഇയർ കളയണ്ടല്ലോ എന്ന് വെച്ചാൽ നാട്ടിൽ എനിക്ക് ഹൈദരാബാദിൽ ഒരു ഇൻ്റർനാഷണൽ സ്കൂളിൽ ഡാൻസ് ടീച്ചറായിട്ട് എനിക്ക് ജോലി കിട്ടിയിരുന്നു. അപ്പോൾ അവിടെ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഞാൻ ആ ഒരു ടൈമിൽ അയച്ചിരുന്നത്. ദുബായിൽ ഞാൻ പോയിരുന്നു എന്ന് പറഞ്ഞില്ലേ, ആ സമയത്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഒരു ഒരു ഏപ്രിൽ അവസാനം തൊട്ട് മെയ് മുഴുവനും ഞാൻ അയച്ചിരുന്നു ആ ഒരു ടേമിൽ. അതിനുശേഷം എനിക്ക് റീപ്ലൈ കിട്ടുന്നത് ഒരു 8 മാസത്തിന് ശേഷമാണ്. 8 മാസത്തിന് ശേഷം ഏകദേശം ഒരു ഡിസംബർ ടൈമിലായിരുന്നു എനിക്ക് ആ ഒരു ഫുജൈറയിൽ ഞാനിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്കൂളിൽ നിന്ന് എനിക്ക് കോള് കിട്ടുന്നത്. അതിനുശേഷം അവർ ഇൻ്റർവ്യൂ കോളൊക്കെ ചെയ്തു. നമുക്ക് ഇൻ്റർവ്യൂ 2-3 സ്റ്റെപ്സ് ആയിട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ഇൻ്റർവ്യൂ ക്രാക്കായി. അങ്ങനെ എനിക്കിവിടെ ജോലി കിട്ടുകയാണ് ചെയ്തത്. ഇതാണ് എൻ്റെ ഒരു ജേർണി. ഇന്ന് നമുക്ക് എങ്ങനെയാണ് എനിക്ക് ഇവിടെ ജോലി കിട്ടിയത് എന്നുള്ളൊരു ഭാഗത്തേക്ക് കിടക്കാം. അതായത് ഞാൻ ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിട്ടുള്ളത് ഗൂഗിളിനെയാണ്. ഗൂഗിളിൽ ഞാനിപ്പോൾ ദുബായ്, ഷാർജ, റാസൽ ഖൈമ, ഫുജൈറ അങ്ങനെ എല്ലാ സ്ഥലത്തിലത്തെ സ്കൂളുകൾക്കും ഞാൻ അയച്ചിട്ടുണ്ടായിരുന്നു. സ്പെസിഫൈ ആയിട്ട് CBSE വേണോ, ICSE വേണോ, ഇന്റർനാഷണൽ വേണോ, അങ്ങനെയും നമുക്ക് അടിച്ചു കൊടുക്കാം. അപ്പം നമുക്ക് ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഷാർജ സ്കൂൾസ് ലിസ്റ്റ് എന്ന് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ കുറേ സ്കൂൾ ലിസ്റ്റ് വരും നമുക്ക് ഗൂഗിളിൽ. അപ്പോൾ നമ്മൾ ഓരോ സ്കൂൾസിൻ്റെ വെബ്സൈറ്റിലും കയറി ജോബ്സ്, കരിയേഴ്സ് ഓർ വർക്ക് വിത്ത് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. ആ ഓപ്ഷനിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് HR മെയിൽ കിട്ടും. ഒരിക്കലും സ്കൂൾ ഇൻഫോൻ്റെ മെയിലിലേക്ക് നമ്മുടെ CV ഡ്രോപ്പ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ നമുക്ക് HR മെയിലിൽ കിട്ടും. നമുക്ക് ആ ഒരു മെയിലിലേക്ക് നമ്മുടെ CV ഡ്രോപ്പ് ചെയ്യാം. നമ്മുടെ CV എന്ന് പറയുന്ന ഒരു പ്രൊഫഷണൽ CV ആയിരിക്കണം. നമുക്കിപ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിൽ, ആപ്പ് സ്റ്റോറിൽ നമുക്ക് കുറേ CV മേക്കേഴ്സ് ഉണ്ടാവും, കുറേ CV മേക്കർ ആപ്സ് ഉണ്ടാവും. ഞാൻ അതിൽ നിന്നൊന്നുമല്ല ഞാൻ എൻ്റെ CV ഉണ്ടാക്കിയത്. ഞാനൊരു ഡിസൈനറെ കൊണ്ട് എൻ്റെ ഞാൻ പ്രൊഫഷണൽ CV ഒരു ഡിസൈൻ ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കത് ഉപകാരപ്പെടും എന്നുണ്ടെങ്കിൽ ഞാനിവിടെ നമ്പർ മെൻഷൻ ചെയ്യാം, നിങ്ങൾക്കത് യൂസ് ചെയ്യാം. അപ്പോൾ ഞാൻ നല്ലൊരു CV തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. നല്ലൊരു പ്രൊഫഷൻ, നമ്മുടെ ഫസ്റ്റ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ CV ആണ്. അപ്പോൾ ആ ഒരു അടിപൊളി CV ഉണ്ടാക്കിയതിന് ശേഷം ഞാൻ എല്ലാ സ്കൂൾസിൻ്റെ മെയിലിലേക്ക് ഞാൻ എൻ്റെ CV ഡ്രോപ്പ് ചെയ്തു. ചില സ്കൂളുകൾ മെയിലായിരിക്കില്ല തന്നിട്ടുണ്ട്, ഒരു സബ്മിഷൻ ബോക്സ് ആയിരിക്കും. അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് നമ്മുടെ CV അതിലേക്ക് ഡ്രോപ്പ് ചെയ്താൽ മതിയോ. ഇങ്ങനെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് വെബ്സൈറ്റ്സ് ത്രൂ എല്ലാ സ്കൂളുകളിലേക്കും ഞാൻ രാവിലെ മെസ്സേജ് അയക്കുമായിരുന്നു. മെസ്സേജ് മീൻസ് CV ഡ്രോപ്പ് ചെയ്യുമായിരുന്നു. ഓരോ സ്കൂളുകളിലേക്കും ഞാൻ ഒരു ദിവസം നമുക്ക് മെയിൽ ഒരു 100 ആണ് നമ്മുടെ ഒരു ലിമിറ്റേഷൻ. അപ്പോൾ ഞാൻ 100 CVs വരെ 100 മെയിൽസ് വരെ ഞാൻ അയച്ചിരുന്നു. ഗൂഗിൾ വഴിയാണ് എനിക്ക് കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ഈ വെബ്സൈറ്റ് ത്രൂ ഞാൻ CV അയക്കുന്നതാണ്. സെക്കൻഡ് എന്ന് പറയുന്നത് ലിങ്ക്ഡിനിൽ നമുക്ക് ഈ സ്കൂൾസിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ സ്കൂൾസിൻ്റെ പേജസ് ഉണ്ടാവും, അതിനെ ഫോളോ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ വേക്കൻസികൾ ഇട്ടിട്ടുള്ള പോസ്റ്റുകൾ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൽ ത്രൂ നമുക്ക് ആ ഒരു മെയിലും അയക്കാം. പിന്നെ നമ്മുടെ ലിങ്ക്ഡിനിൽ നമ്മുടെ പ്രൊഫൈൽ അടിപൊളിയായിട്ട് സെറ്റാക്കി വെക്കാം. ഈ 2 കാര്യങ്ങളാണ് എനിക്കിവിടെ സ്കൂൾ ടീച്ചറായിട്ട് ജോലി കിട്ടാൻ വേണ്ടി എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. നമുക്കങ്ങനെ റെക്കമെൻഡ് ചെയ്യാൻ ആളോ അങ്ങനെ നമുക്ക് ദുബായിൽ എൻ്റെ കസിൻസ് ഉണ്ടായിരുന്നു, അവരാണെങ്കിൽ ഈ മേഖലയിലേ അല്ല, സ്കൂൾ മേഖലയിലേ അല്ല. അപ്പോൾ എനിക്കങ്ങനെ നമ്മളെ റെക്കമെൻഡ് ചെയ്യാനൊന്നും ആരും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ കൂടുതലും ഇങ്ങനെ എന്തൊക്കെ ചെയ്യാം, എങ്ങനെയൊക്കെ നമുക്കിവിടെ ജോലി കിട്ടാൻ ഉള്ള കാര്യങ്ങൾ ചെയ്യാം, അങ്ങനെയുള്ള കുറേ സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു സമയത്ത് എന്തൊക്കെ ചെയ്യാം
അങ്ങനെയുള്ള കാര്യങ്ങൾ തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ ഗൂഗിൾ വെബ്സൈറ്റ് സ്കൂളിൻ്റെ പേരുകളായിട്ട് കുറേ ബന്ധമാവാൻ തുടങ്ങിയത്. അതായത് ഇപ്പോൾ ദുബായിൽ ടീച്ചറായിട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ദുബായിൽ തന്നെ നമ്മൾ ഉണ്ടാവണം എന്നില്ല. നമ്മളിപ്പോൾ കൂടുതലും നാട്ടിൽ നിന്ന് തന്നെ ട്രൈ ചെയ്താൽ മതിയാവും. അതായത് ഇപ്പോൾ അവർക്ക് നമ്മുടെ ഒരു വേക്കൻസി അവിടെ ഉണ്ട്, നമ്മുടെ CV കണ്ട് നമ്മളെ ഇൻട്രസ്റ്റഡ് ആണ്, നമ്മളെ എന്തായാലും അവിടെ ടീച്ചറായിട്ട് വേണം എന്നുണ്ടെങ്കിൽ അവരെന്തായാലും ഓൺലൈൻ ത്രൂ നമ്മളെ ഇൻ്റർവ്യൂ ചെയ്ത് അതിൽ നമ്മൾ ക്രാക്ക് ആവുകയാണെങ്കിൽ അവർ തന്നെ നമ്മൾ വിസയും ടിക്കറ്റൊക്കെ എടുത്ത് നമ്മളെ അങ്ങോട്ട് എത്തിക്കും. അതുകൊണ്ട് നമ്മൾ ദുബായിൽ ചെന്നിട്ട് ജോലി അന്വേഷിക്കണം എന്ന് യാതൊരു നിർബന്ധവും. എന്തായാലും നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുള്ളായി, ഇത് ഉപകാരപ്രദമായി എന്ന് വിചാരിക്കുകയാണെങ്കിൽ ഇത് ഉപകാരപ്രദമായേക്കാവുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഇത് അയച്ചു കൊടുക്കുക. സ്കൂൾ റിലേറ്റഡ് ആയിട്ടുള്ള ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ അറിയണം എന്ന് താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റ് ബിലോ. അപ്പോൾ അതിനെപ്പറ്റി നമുക്ക് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് സംസാരിച്ചുകൊണ്ട് ഞാൻ ഇനി വീഡിയോസ് ഇടാം. അപ്പോൾ ഓക്കെ, ഇനി അടുത്തൊരു യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ വരുന്നത് വരേക്കും.